മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീഡിയ ബിഗ് ബോസ് ടോക്ക് ആണ്. ഇന്നലെ നടന്ന എപ്പിസോഡിന്റെ റിവ്യൂ. എന്താ ഇപ്പൊ പറയാ, ആദ്യം തന്നെ പറയാം, അതായത് ഒരു ടാസ്ക് മര്യാദക്ക് കളിക്കാൻ ഇവരെ കൊണ്ട് പറ്റൂല. ഈ സീസണിലെ പ്രത്യേകതയാണ് കേട്ടോ അത്. ഒരു ടാസ്കും കംപ്ലീറ്റ് ആക്കുമ്പോ അതിനെ ഒരു പെർഫെക്ഷനോടെ കംപ്ലീറ്റ് ആക്കൂല. ആകെ ഒച്ചപ്പാടില്ലേ, ശരിക്കും ഒന്ന് കേൾക്കുക പോലും ചെയ്യുന്നില്ല. ഇവരുടെ അലപ്പറയിടാന്നൊക്കെ പറയുന്നത് അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒരാൾ പറയുമ്പോ അയാൾ മാത്രല്ല പറയാ, കൂടെയുള്ള 15 പേര് ഒരുമിച്ചങ്ങ് പറയും. അതാണ് പ്രശ്നം. എന്തോരു അലമ്പാണ്. ഓക്കെ, എന്തായാലും ഇന്നലത്തെ പ്രധാന വിഷയം ബോട്ടിൽ ടാസ്ക് ആണല്ലോ. ബോട്ടിൽ ഫാക്ടറി. ഓക്കെ, BB ബോട്ടിൽ ഫാക്ടറി. ഒന്നുകൂടി എടുത്തു പറയാം, BB ബോട്ടിൽ ഫാക്ടറി. ഇതാണ് സിനിമയുടെ ഇതാണ് ബിഗ് ബോസിന്റെ ഇപ്പത്തെ പേര്. ഓക്കെ, അതായത് ഇവരുടെ ഫാക്ടറി ഇതാണ്. പിന്നെ വേറെ 2 ഉപ കമ്പനികളുണ്ട്. അതായത് ലെമൺ ജ്യൂസ് കമ്പനി, ഓറഞ്ച് ജ്യൂസ് കമ്പനി. അതായത് ഈ ബോട്ടിൽ ഫാക്ടറിയിൽ നിന്നും ബോട്ടില് ഇവരാണ് വാങ്ങുന്നത്. അത് വാങ്ങിയിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി ചെക്കർമാരും 2 പേര്. അതെ, അവരിലേക്ക് എത്തിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ഈ 2 കമ്പനികളാണ്. ഫാക്ടറി, അതിന് നേരെ താഴെ 2 കമ്പനി, കുറേ ഏജൻസികൾ, ഏത് ബോട്ടിൽ ശേഖരിച്ച് കമ്പനിയിലേക്ക് എത്തിക്കുന്ന കുറേ ആൾക്കാർ. പിന്നെ 2 ക്വാളിറ്റി ചെക്കർമാർ. ആരൊക്കെ? അനുമോളും ജിഷിനും. നെവിനെ ഓറഞ്ച് കമ്പനിയിലേക്കും ലെമൺ കമ്പനിയായിട്ട് നമ്മുടെ അനീഷിനെയും തെരഞ്ഞെടുത്തു. ബോട്ടിൽ ഏജൻസികൾ ഒരുപാട് ആൾക്കാരുണ്ട്. ബാക്കിയുള്ള എല്ലാവരും ബോട്ടിൽ ഏജൻസികളാണ്. ഓക്കെ, ഇതാണ് ഇന്നലത്തെ ഈ ടാസ്ക്. ഇതെങ്ങനെ നടന്നു എന്നുള്ളത് പറയാം, അതിനുശേഷം ഇതിനെക്കുറിച്ച് പറയാൻ പാടുള്ളൂ. 2 രീതിയിൽ ഇതിന് പെർസ്പെക്റ്റീവ് ഉണ്ടാവാം. ഓക്കെ, ഒന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. ആ രീതിയിൽ കളിക്കുമ്പോൾ എങ്ങനെ കളിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആദ്യം. പിന്നെ 2, അതായത് കുളമാക്കി കളിക്കണം എന്ന് വാദിക്കുന്നവരുണ്ടാവും. എല്ലാ ഗെയിമും കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെ പറയണമെന്നില്ല, നിർബന്ധമല്ല. അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതലായിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സ് കിട്ടുന്ന ലെവലിൽ വന്നു കഴിഞ്ഞാൽ ആ ഗെയിം വളരെ മനോഹരമായി കളിക്കണം എന്നൊരു നിർബന്ധമല്ല, കുളമാക്കി കളിക്കണം. അപ്പോൾ ആ രീതിയിലാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന്റെ ലാസ്റ്റ് പറയും. ഓക്കെ, അപ്പൊ ഞങ്ങൾ ആദ്യം പറയുന്നത് ഗെയിം ഒരിക്കലും കൊളാക്കാതെ എത്ര മനോഹരമായി കളിക്കാം എന്നുള്ള ലെവലിൽ ഉള്ള ആ ഒരു പെർസ്പെക്റ്റീവിലാണ് കഥ പറയാൻ പോകുന്നത്. ഓക്കെ, ഇന്നലെ നടന്ന എപ്പിസോഡിൽ നമ്മൾ കണ്ട കാഴ്ചകൾ, അനീഷ്, നെവിൻ ഇവര് കമ്പനി നടത്തുന്നു. അവർക്ക് ഈ ബോട്ടിൽസ് കളക്ട് ചെയ്യുന്നത് മറ്റുള്ള എല്ലാവരുമാണ്. ബാക്കിയുള്ള ഏജൻസ് ആണ് ബോട്ടിൽസ് കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്നത്. ആ ബോട്ടിൽസ് ഇവർ കൊണ്ടേ കൊടുക്കുന്നത് ഈ 2 ഓണർമാർ ആദ്യം ചെക്ക് ചെയ്യണം. ഇവർ അതിന്റെ ക്വാളിറ്റി നോക്കിയതിന് ശേഷം അവര് സെലക്ട് ചെയ്ത് പിന്നെ അതിൽ ജ്യൂസ് നിറച്ച് നേരെ ക്വാളിറ്റി ചെക്കേഴ്സിന്റെ അടുത്ത് ചെയ്തു. അവിടുന്നാണ് ബാക്കി അവര് റിജക്ട് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളത് നോക്കുന്നത്. അതാണ് ടാസ്ക്. ഈ ടാസ്കിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളത്. അത് കൃത്യമായിട്ടുള്ള പോയിന്റ്സുകളുണ്ട്. ഓക്കെ, അത് പറയാം. അപ്പോൾ ബസർ അടിച്ചതിന് ശേഷം ഈ ബോട്ടിൽ കളക്ട് ചെയ്യേണ്ട ഏജൻസികളെല്ലാവരും ഓടിച്ചെന്ന് ഈ പാത്രത്തിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ് ബോട്ടിലുകൾ. അതിൽ പോയി കൈയിട്ട് ആകെ അടി പിടിച്ച് എറിഞ്ഞ് താരിപ്പടാക്കിയിട്ട് കൈക്കലാക്കണം. ഓക്കെ, ഈ കുപ്പി ഞെളുങ്ങരുത്, വളരെ ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നുള്ളതൊക്കെ ബിഗ് ബോസിന് ചിന്ത ഉണ്ടെങ്കിൽ നല്ല ബോട്ടിൽസ് എടുത്തു കൊടുക്കും. പിന്നെ അതായത് കളറ് വേറെ ആയിരിക്കാം. ഇത് വൈറ്റ്, പ്യുവർ വൈറ്റ്, അത് തൊട്ടാൽ ഞെളുങ്ങുന്ന ടൈപ്പ് കുപ്പികള്. അപ്പോൾ തീർച്ചയായും അറിഞ്ഞു തന്നെ കൊടുത്ത ബോട്ടിൽസ് ആണത്. ഓക്കെ, എന്നിട്ട് അതും ഇട്ട് വെച്ചിരിക്കുന്ന എന്താ, ഒരൊറ്റ സ്ഥലത്ത് എല്ലാവരും പോയി ആശപിശ ഗിഷ കുശ കുശ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ ക്വാളിറ്റി ഏകദേശം ഒക്കെ തീരുമാനമാവും. അപ്പോൾ വളരെ കുറച്ച് ബോട്ടിൽസ് മാത്രമേ നല്ല രീതിയിൽ കിട്ടുള്ളൂ എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. ഓക്കെ, ഈ ബോട്ടിൽസ് എടുത്തിട്ട് അതിനുശേഷം ഇത് ക്ലീൻ ചെയ്യണം. അതിന് വെള്ളം എടുക്കേണ്ടത് പല സ്ഥലങ്ങളിൽ നിന്ന് ഇവർക്ക് എടുക്കാം. ബാത്റൂമിൽ നിന്നൊക്കെ പോയിട്ട് എടുക്കാം. വെള്ളം ബാത്റൂമിൽ നിന്ന് എടുക്കാം. സോപ്പിട്ട് കഴുകണം. അതെ, പിന്നീട് അത് തുടയ്ക്കണം. അതെ, സോപ്പിട്ട് കഴുകാം. പിന്നെ കമ്പി ചണ്ടി ഇട്ടിട്ട് ഇത് ചെയ്യാം. ഏത് രീതിയിലും ഇവർക്ക് അത് വാഷ് ചെയ്യാം. അങ്ങനെ വാഷ് ചെയ്ത് ഇവരിത് എന്ത് ചെയ്യണം, ഡ്രൈ ചെയ്യണം. ഡ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ചിരിച്ചൊരു സാധനം ഉണ്ട്. ക്രിഞ്ചൻ ഇങ്ങനെ ഇത് പിടിച്ചണം, ഇങ്ങനെ പിടിച്ചിരിക്കുക സാധനം. എന്നിട്ട് ഓടുക അങ്ങോട്ടും അവിടെ ഇങ്ങോട്ടും എയർ അടിച്ചിട്ട് ഉണങ്ങാൻ.
ക്രിഞ്ചനല്ലേലും ഇന്നലെ ക്രിഞ്ച് കുറെ തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി, ഇഷ്ടം പോലെ സാധനം കിട്ടിയിട്ടുണ്ട്. ആളവിടെ വേണം, ക്രിഞ്ചന്റെ ആളില്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാവില്ല. കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഇരിക്കായതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ നടന്നൊക്കെ കാണിച്ചു തന്നെ. ക്രിഞ്ചന്റെ നടത്തം കാണിക്കണമെങ്കിൽ നമ്മള് എണീറ്റ് നിക്കണം. നടത്തമൊക്കെ ഉണ്ടല്ലോ, ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരു സാധനമൊക്കെ ഉണ്ട്. എന്താ മോനെ രസം എന്ന് അറിയാം. അതെ, ഞങ്ങള് പലരുടെയും പോയിന്റ്സുകൾ നമ്മൾ കൂടുതലായിട്ട് വീഡിയോയിൽ പറയുമെങ്കിലും ഞങ്ങള് ഈ വീഡിയോ ഒഴിവാക്കി കഴിഞ്ഞാൽ റൂമിലിരുന്നിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നതും ചെയ്യുന്നതും ഞങ്ങൾ ഇതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിലെ നടന്നിട്ടും ആൾക്കാർ കാണിക്കുന്ന ഓരോ സാധനങ്ങളും ഞങ്ങൾ ചെയ്യാറുണ്ട്. ഭയങ്കര രസമായിട്ടോ. ക്രിഞ്ചന്റെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ കിട്ടുന്നത്. ബാക്കിയുള്ളവരുടെ കുറച്ചുണ്ടാവുള്ളൂ. പിന്നെ കിട്ടിയിട്ടുള്ള നെവിന്റെ ഒക്കെ നെവിൻ എന്നല്ലേ അത് പറയാം. എന്ത് രസം. ഓക്കെ, അപ്പൊ ഈ ബോട്ടിൽസ് ഇവരങ്ങനെ കളക്ട് ചെയ്തു. അടിപിടിച്ച് തന്നെ ഓരോരുത്തര് 3 എടുത്തവരും 2 എടുത്തവരും കിട്ടാത്തവരും ഒക്കെ ഉണ്ട്. എന്നിട്ട് അതിനുശേഷം അത് ക്ലീൻ ചെയ്യുന്നു. ശേഷം 2 കമ്പനിയിലേക്കും എത്തിക്കുന്നു. ആരിത് അപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നോക്കും. എന്നിട്ട് അവരുമായിട്ട് നിങ്ങളുടെ കുപ്പി ഇതാ ഇത്രണ്ണം എടുക്കുന്നു, ഇത്രണ്ണം ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് ഒരു ഡീലിലെത്തും. അതായത് എനിക്ക് ഇത്രയും കോയിൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം നിങ്ങൾക്ക് തരാം എന്നുള്ള ലെവലിൽ ഒരു ഡീലൊക്കെ ഉറപ്പിക്കുന്നു. അപ്പോൾ പലരുടേതും വക്ക് പൊട്ടിയ കുപ്പി, തൊപ്പിയില്ലാത്ത കുപ്പി, അടപ്പില്ലാതെ, പിന്നെ ഓട്ടയായത്, ലീക്ക് ആയതുണ്ട്, പിന്നെ സ്ക്രാച്ച് ആയതുണ്ട്, ഞെളിങ്ങിയതുണ്ട്, ഡ്രൈ ആവാത്തത്, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇവര് അനീഷും നെവിനും റിജക്റ്റ് ചെയ്ത് നല്ലത് നോക്കി മാത്രമാണ് ഇവര് തെരഞ്ഞെടുത്തത്. എന്നിട്ട് അതിലേക്ക് ഇവര് എന്ത് ചെയ്യണം, ജ്യൂസ് ഉണ്ടാക്കണം. ഓക്കെ, അങ്ങനെ ഇവര് ജ്യൂസ് ഉണ്ടാക്കി 2 പേരും. ഒരാള് ഓറഞ്ച് ജ്യൂസും ഒരാള് ലെമൺ ജ്യൂസ്. ശേഷം ഇതൊരു ചാക്കിലാക്കി കെട്ടി. അനീഷ് എന്ത് ചെയ്ത് തലയിൽ വെക്കേണ്ട സാധനല്ലേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. മുടി എന്ന് പറഞ്ഞ സാധനം നമ്മള് ഭയങ്കര ഇമ്പോർട്ടന്റ് അവിടെ കെട്ടി വെക്കേണ്ട സാധനമാണ്. അത് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നവർ മസ്റ്റ് ആയിട്ട് കെട്ടണം. കിച്ചണിൽ നിൽക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാര് അവരാണ് ശരിക്കും ക്യാപ്പ് ഇടേണ്ടത്. ഉണ്ടാക്കുന്നവർ, സപ്ലൈ ചെയ്യുന്നവർ മസ്റ്റ് ആയിട്ട് വേണം. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇത് ഇപ്പൊ ഒരു മുടി കിട്ടി നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന്, അവരിത് കെട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പറയാം അത് നിങ്ങളുടെ തലയിൽ നിന്നാണ്. അവരിതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കഴിക്കുന്നവരുടെ തലയിൽ നിന്നാവാമെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ തലയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതറിയിക്കട്ടെ. അപ്പൊ മസ്റ്റ് ആയിട്ട് നെവിനും അനീഷും അത് കെട്ടണം. അപ്പൊ നെവിൻ കെട്ടിയിട്ടുണ്ടായിരുന്നു, അനീഷ് അത് കെട്ടിയിട്ടില്ല. എന്നിട്ട് ഇത് കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് ജിഷിയും പറയുന്നുണ്ട്, ഇതേ ഈ സാധനം തലയിൽ വെക്കേണ്ട സാധനമാണ്, ഇത് ചാക്ക് കെട്ടാനല്ല യൂസ് ചെയ്യുന്നത്. എങ്ങനെയല്ല കൊണ്ടുവന്നത്, തല വെക്കേണ്ട സാധനം എടുത്തിട്ടാണ് കെട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അത് ഭയങ്കര രസമായിട്ടോ. പക്ഷെ ജിഷിന്റെ കളിയുടെ രീതിയിലേക്ക് വരാം. പിന്നെ അനുമോളും വളരെ കിടലിനായിട്ട് ഈ ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. ആള് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. അതെ, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ കളിയിലേക്ക് വരാം. അത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ഇത് കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. അപ്പോ ഈ കുപ്പികളെല്ലാം ജ്യൂസ് നിറച്ച് ചാക്കിൽ കെട്ടി നെവിനും അനീഷും ഇവരുടെ അടുത്തെത്തിക്കുന്നു. അപ്പൊ ഇവര് ഇത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുമ്പോൾ അനുമോൾ ഇത് തിരിച്ചു നോക്കുന്നുണ്ട്, ലീക്കുള്ളത് മാറ്റി വെക്കുന്നുണ്ട്, പിന്നെ വക്ക് പൊട്ടിയതും തൊപ്പിയില്ലാത്തതും പിന്നെ ഞളിങ്ങിയതും സ്ക്രാച്ച് വീണതും എല്ലാം ഇത് മാറ്റി വെക്കുന്നുണ്ട്. അളവ് വരെ നോക്കുന്നുണ്ട്. പിന്നെ ഈ വെള്ളത്തിലുള്ള സാധനങ്ങൾ, അതായത് നിങ്ങൾ കഴിച്ച ഫുഡിന്റെ ബാക്കിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചില അനീഷിനോട്. അപ്പൊ പലതും ഉണ്ടായിരുന്നു അതില്, ലെമന്റെ അതില്. അതെ അതെ. അപ്പൊ ആദ്യം ഇത് എത്തിച്ചത് അനീഷാണ്. അനീഷ് കയ്യും കാലും പിടിക്കുക, ഞങ്ങള് കുറെ കഷ്ടപ്പെട്ടതാണ്, ഞങ്ങളുടെ കമ്പനി അടച്ചു പൂട്ടരുത്. എന്താ മോശം സാധനത്തിന് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനി അടച്ചു പൂട്ടൂലേ? ഈ സാധനം പ്രൊഡക്റ്റ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതെ, അതൊന്ന് ചിന്തിച്ചാൽ അതിനേക്കാൾ നല്ല പുറത്തിറങ്ങാതിരിക്കുക. ഇത് ആ കോലത്തിൽ കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെടുത്ത് എറിയും. അതിന് നല്ലത് അവിടുത്തെ ക്വാളിറ്റി QC അവരെടുത്ത് കളയുന്നത് തന്നെയാണ്. ഇത് ഒരു സാധ്യത ഉണ്ട്, എന്ത് നല്ല രീതിയിൽ വീണ്ടും ഇറക്കാനുള്ള സാധ്യത ഉണ്ട്. നാട്ടുകാരുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനിയിൽ നിന്ന് ഒരു സാധനം ആരും വാങ്ങൂല, പിന്നെ ഒരു സാധനം പുറത്തിറക്കേണ്ടി വരില്ല. അതെ. അപ്പൊ കൃത്യമായ രീതിയിലാണ് ഈ പ്രൊഡക്റ്റിന്റെ ഒക്കെ ക്വാളിറ്റി ഇവർ ചെക്ക് ചെയ്തത്. കറക്റ്റ് ആയിരുന്നു അത്. ലീക്ക് വന്നു കഴിഞ്ഞാൽ ഈ കുപ്പി മാത്രം കടയിലേക്ക് എത്തിയിട്ട് കാര്യമുണ്ടോ? ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പ്രൊഡക്റ്റ് കയറ്റി വിട്ടു, കടയിൽ എത്തുമ്പോഴേക്കും ജ്യൂസ് ഉണ്ടാവില്ല, കുപ്പി മാത്രമേ ഉണ്ടാവുള്ളൂ. 2 ചാട്ടം ചാടുമ്പോഴത്തേക്ക് തുളുമ്പിച്ചാടും. പിന്നെ എല്ലാ ക്വാണ്ടിറ്റി മാറും. ഓരോ ബോട്ടിലും അത്
അത് കറക്റ്റ് ആയിരിക്കണം. അതെ, അല്ലാതെ ഒരെണ്ണത്തിൽ നിറച്ചും ഒരെണ്ണത്തിൽ പകുതിയും ഇങ്ങനെയൊക്കെ ബോട്ടിൽ ഇങ്ങനെയൊക്കെ കടയിൽ ആരെങ്കിലും സാധനം കൊണ്ട് കൊടുക്കുവോ? അതായത് അനീഷ് തൊപ്പി വെക്കാതെ ചെന്നു, ചാക്കിൽ കെട്ടിയ രീതിയിൽ വളരെ മോശമായ രീതിയിൽ കൂട്ടത്തോടെ കൊണ്ടുപോയി വെച്ചു. ഇത് 4 തവണ നടന്നാ എന്താ, കയ്യിൽ പിടിച്ച് കൊടുത്താൽ പോരായിരുന്നോ? ബോട്ടിൽസ് ഇത്രയും കൊടുക്കുമ്പോ തന്നെ ബിഗ് ബോസിന് അറിയാം ഇതിനകത്ത് ഒരു 50 ബോട്ടിലാണ് കൊടുത്തത്, അതിനകത്ത് ഒരു 5 എണ്ണം ഉണ്ടാവുള്ളൂ നല്ലത്, അത്ര പക്ക പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക 5 എണ്ണം ഉണ്ടാവുള്ളൂ. അത് 2 ടീമും കൂടി എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ടീം നാളായിരിക്കും ക്ലീൻ ആയിട്ട് കൊണ്ടുവെക്കുന്നത്, മറ്റേ ടീമിന് ഒന്നേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് അവര് പോയിന്റ് കൊടുക്കുന്നതൊക്കെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവരുടെ വിചാരം ഈ 25 വീതിച്ചെടുത്തിട്ട് നേരെ കൊണ്ട് 25 നിറച്ചുകൊണ്ട് കൊടുത്താൽ മതി എന്നുള്ള ധാരണയിലാണ് അവരുടെ കളി. ഈ കമ്പനിയുടെ പേര് പോകാതെ നോക്കേണ്ടത് ആരുടെ ചുമതലയാണ്? ഓണർമാരുടേതാണ്. അതായത് അനീഷിന്റെയും നെവിന്റെയും. എന്നിട്ട് അവര് ഡീൽ ഉറപ്പിച്ചത് എങ്ങനെയാണ്? കുപ്പിയുടെ വക്കും മൂലയും പൊട്ടിയതുണ്ടോ, ഇത് ഉണങ്ങിയതുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇവര് റിജക്ട് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഇഷ്ടം പോലെ. അപ്പോ ആ സമയത്ത് ഈ കുപ്പി കൊണ്ടേ കൊടുത്ത ഏജൻസികള് ഞങ്ങളിത് കഷ്ടപ്പെട്ടതാണ്, ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ ഞങ്ങളുടെ ജോലി ഇല്ലാതാക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് റിജക്ട് ആയി. അപ്പോ അവര് നോക്കിയിട്ടുള്ള മാനദണ്ഡം തന്നെയാണ് ഇവിടെ പ്രൊഡക്ഷന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനിരുന്ന 2 പേരും നോക്കിയിട്ടുള്ളത്. അതായത് ഡ്രൈ ആണോ, വക്ക് പൊട്ടിയിട്ടുണ്ടോ, അതിന് ഇത് ചളുങ്ങിയിട്ടുണ്ടോ, സ്ക്രാച്ച് വീണിട്ടുണ്ടോ എന്നൊക്കെ, കറക്റ്റ് ടൈറ്റിലാണോ അടച്ചിരിക്കുന്നത്, അതെ, ഇതൊക്കെ നോക്കിയിട്ടാണ് അവരെടുത്തത്. അപ്പൊ ഇതേ സാധനം അവിടെ വരുമ്പോ ക്വാളിറ്റി ചെക്ക് ചെയ്യാതിരിക്കുന്ന ആൾക്കാർ നോക്കുമ്പോ പ്രശ്നം, അവിടെ വൻ പ്രശ്നം. അതായത് അനീഷ് അവിടെ കിടന്നിട്ട് അലമ്പാക്കുന്നു. അതായത് അനീഷ് കയ്യും കാലും പിടിക്കുക. ഇത് കയ്യും കാലും പിടിക്കുന്ന പോട്ടെ, അത് പിന്നെ പ്രൊഡക്റ്റ് വിറ്റുപോകാൻ വേണ്ടിട്ടാന്ന് വിചാരിക്കുക. ഇത് അത് പിടിക്കുന്ന സമയത്ത് കൊണ്ടു കൊടുത്ത സാധനം അത്ര പെർഫെക്റ്റ് ആയിരിക്കണം. എന്നിട്ട് അവരുടെ ഭാഗത്ത് പാളിച്ച് വരികയാണെങ്കിൽ നമുക്ക് അവർ കയ്യും കാലും പിടിച്ച് ആദ്യം പറയാം, സാർ ഇത് അങ്ങനെ ആക്കരുത്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇത് കൊണ്ടു കൊടുത്തതിനകത്തൊക്കെ കംപ്ലൈന്റ് ആണ്, എല്ലാം ലീക്ക്. അതായത് അടപ്പ് ശരിയായ രീതിയിൽ മുറുക്കിയിട്ടില്ല. അതെ, അതിനേക്കാളും ആദ്യം, അതായത് കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം ഒരു സാമ്പിൾ ബോട്ടിൽ വെക്കണം. ആ സാമ്പിൾ ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാം ഗുണനിലവാരം മൊത്തം അതിൽ നിന്നാണ് അളക്കുക. ഇപ്പോൾ അനീഷ് പറയുന്നൊരു കാര്യം, ഇത്രയും കൊണ്ടേ കൊടുത്തില്ലേ, അതിൽ നിന്നൊരു സാമ്പിൾ ബോട്ടിൽ എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവരെടുക്കുന്നത് പകുതിയിൽ വരെ ജ്യൂസ് ഉള്ള ഒരു കുപ്പിയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാത്തിന്റെയും ജ്യൂസ് അളവ് ആ പകുതി വരെ ഉണ്ടാകാൻ പാടുള്ളൂ. സാമ്പിൾ അതാണെങ്കിൽ പിന്നീട് ഇറക്കുന്ന പ്രൊഡക്റ്റ് ഒക്കെ അത്രേ പാടുള്ളൂ. അല്ലാണ്ട് ബാക്കിയെല്ലാം നിറച്ചു കൊടുക്കുക എന്നുള്ളതില്ല. അവിടെ സാമ്പിൾ നോക്കുക, ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് ആ പുളി ഉണ്ടോ മധുരം ഉണ്ടോ എന്നല്ല സാമ്പിൾ, ടേസ്റ്റിന് മാത്രമല്ല അവിടെ സാമ്പിൾ എന്ന് പറഞ്ഞ സാധനം. അവിടെ ആദ്യം തന്നെ അതാണ് പറഞ്ഞത്, ബോട്ടിൽ ഫാക്ടറി. അതെ, ആ കൊടുക്കുന്ന നിങ്ങൾ നിറച്ചു കൊടുക്കുന്ന ബോട്ടിലിന് എന്തെങ്കിലും കേടുപാടുണ്ടോ, അതിൽ ഓവർ ആയിട്ടുണ്ടോ, അതിന് ടോപ്പ് അടപ്പ് കറക്റ്റ് ആയിട്ട് അടഞ്ഞിട്ടുണ്ടോ, ഞെളുക്കമുണ്ടോ, ചെളിയുണ്ടോ, വെള്ളം ഒലിക്കുന്നുണ്ടോ, ഇതൊക്കെ നോക്കാനാണ് അവിടെ ക്വാളിറ്റി ചെക്കർ. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് നിങ്ങൾ അതിനകത്തുനിന്ന് സാമ്പിൾ എടുക്കുന്നൊക്കെ പറഞ്ഞാൽ എവിടുത്തെ പരിപാടിയാണ്? അവിടെ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുത്ത് അതിങ്ങനെ മോന്തൊക്കെ അങ്ങനെ കൂടി നിൽക്കുന്ന ഒരു കുപ്പിയാണെന്ന് കരുത്, പിന്നുള്ള എല്ലാ കുപ്പിയും ഇങ്ങോട്ട് തന്നെ ഇരിക്കണം. എല്ലാ ബോട്ടിലും കഴുത്ത് പിടിച്ച് തിരിക്കേണ്ടി വരും, ഇങ്ങോട്ട് തന്നെ ഇരിക്കണം, ചെരിഞ്ഞിരിക്കണമെങ്കിൽ. ഇങ്ങനെ ഇരിക്കാൻ കഴിയോ? നേരെ ആക്കാൻ പറ്റുമോ നോക്കണം. ഇതൊന്നും ശരിയാക്കി പറ്റുമോ? അങ്ങനെ ശരിയാക്കണ്ട, അപ്പൊ ഇങ്ങോട്ട് പോകും. അല്ല, ഞാൻ ആക്കി തരാം, നീ അതിന് സമയം തരണം. നീ എന്ത് എനിക്ക് പേടിയുണ്ട്. അപ്പൊ ബ്ലഡ് നിർത്താൻ ഞാൻ വേറെ ആളെ കൊണ്ടുണ്ട്. ഇപ്പോഴും എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇവിടെ. അങ്ങനെ കൊടുത്താൽ മതി, ഫിക്സ് ചെയ്ത്. ആശ്വാസം. ഞാൻ പെട്ടാണെങ്കിലും ഈ അവസ്ഥയിലായതിനെ പിന്നെ എല്ലാ ബോട്ടിലും ആ രീതിയിൽ വെക്കണം, അങ്ങനെ വെക്കേണ്ടി വരും. അത് അത്രക്ക് ബോധമില്ലാഞ്ഞിട്ടാണോ? അതാ ഞാൻ പറഞ്ഞത്, അനീഷ് ലോകം മണ്ടനാണ്, മണ്ടത്തരം മാത്രം വിളിച്ചു പറയുന്നത്. ഇത് ക്വാളിറ്റിന്റെ ഇനി വേറെ കാര്യം. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള, ഞാൻ ജോലി ചെയ്തിട്ടുള്ള സംഭവം. നമ്മള് അവിടെ പ്ലാസ്റ്റിക്കിന്റെ കമ്പനിയായിരുന്നു. അതില് ബണ്ടിലാണ് വരിക 100 എണ്ണത്തിന്. അത് നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് നമ്മളിങ്ങനെ അതിന്റെ ടിക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്നതാണ് അതിന്റെ ചെക്ക് ചെയ്യുക. എടുത്തിട്ട് ഒരെണ്ണം പൊട്ടുന്നുണ്ടെങ്കിൽ 100 എണ്ണം എടുത്തിട്ട് നേരെ വേസ്റ്റിലേക്കാ. അത് പിന്നെ പോവില്ല. അതിനകത്ത് ചിലപ്പം ബാക്കിയുള്ള ഒരു 50 എണ്ണം ക്ലിയർ ആയിട്ടുണ്ടാവും. പക്ഷെ 1, 2 അത് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. അത് ചെക്ക് ചെയ്യുമ്പോൾ ആ ഫോൾട്ട് ഉണ്ടെങ്കിൽ ആ സാധനം വേസ്റ്റ് ആണ്. പിന്നെ അത് റീസൈക്കിൾ ചെയ്ത് പിന്നെയും വരണം.
ഇത് എല്ലാ കമ്പനികളിലും ഏത് ക്വാളിറ്റി ചെക്കേഴ്സ് ഉണ്ടെങ്കിലും ഏത് പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ എന്താണോ ഉണ്ടാക്കുന്നത് അവർക്കൊക്കെ ഓരോ മാനദണ്ഡങ്ങളുണ്ട്. എങ്ങനെ ഏത് രീതിയിലാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ജ്യൂസ് ഇങ്ങനത്തെ ഐറ്റംസ് ആകുമ്പോൾ പ്രത്യേകിച്ച് ഇത് പുറത്തേക്ക് വിൽക്കേണ്ട ഒരു സാധനം. ആ പ്രൊഡക്റ്റ് ഏറ്റവും ഭയങ്കര ക്വാളിറ്റിയിലാണ് അവർ ചെക്ക് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് കുടിക്കേണ്ടതാണ്. ഇത് ഈട് നിൽക്കേണ്ട ഇത്ര ടൈം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത്രയും കാലം നിൽക്കേണ്ടതാണ്. അപ്പൊ അതിന്റേതായ ചെക്കിങ് ഭയങ്കരമായിട്ടുണ്ടാവും. ഇത് അങ്ങനത്തെ ഒരു ഐഡിയ മനസ്സിലാക്കാതെയാണ് ഈ സംഭവം ഈ ഗെയിമിൽ അനീഷൊക്കെ പെരുമാറിയിട്ടുള്ളത്. അതിനകത്ത് അനുമോളാണ് പെർഫെക്റ്റ് ആയിരുന്നു. അനുമോൾ എടുത്തടിച്ച് പറയുന്നുണ്ട്. അതായത് ഓരോ കാരണങ്ങളും പെർഫെക്റ്റ് ആയിരുന്നു. അതായത് ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങാന്ന് കരുത്, ലീക്ക് ഉള്ളത് നിങ്ങൾ വാങ്ങുമോ? ആരെങ്കിലും വാങ്ങുമോ? ആരെങ്കിലും ഈ പറയുന്ന അനീഷ് വാങ്ങും. സ്വന്തം പ്രൊഡക്റ്റ് ഷോപ്പിൽ കൊണ്ടുവച്ചേക്കാം, ലീക്ക് ഉണ്ട്, ഇത് എന്റെ പ്രൊഡക്റ്റാ, ലീക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല അനീഷ് വാങ്ങോ? അത്രേ ഉള്ളൂ. അതായത് ഒരു സാധനം ഒരു ബോട്ടിൽ നിറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോട്ടിലാണ് ആദ്യത്തെ പ്രയോറിറ്റി. ബോട്ടിലിനാണ്. ബോട്ടിൽ ഹോട്ടായിട്ടുള്ള സാധനം താഴെ ഭാഗമല്ല, എന്നിട്ട് അതിൽ നിറച്ചിട്ട് അതിൽ ജ്യൂസ് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട കാര്യമുണ്ടോ? എന്നിട്ട് ജ്യൂസിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് പറയാം അവര്. ഇനി അത് വേറൊരു കാര്യം, ഉപ്പുണ്ടെങ്കിലല്ലേ ജ്യൂസ്. ഇതിനകത്ത് ഈ ഗെയിമിന്റെ പോയിന്റ്സ് ആദ്യം വായിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് ജ്യൂസിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് അവിടെ പറയുന്നില്ല. ജ്യൂസ് ഉണ്ടാക്കുന്ന കമ്പനി ഓക്കെ, പ്രൊഡക്റ്റ് ആകുന്നത് ജ്യൂസും കൂടി അതിൽ വന്ന് അതായത് പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇത് പാക്ക് ചെയ്യുമ്പോഴാണ് ഇത് പ്രൊഡക്റ്റായി മാറുന്നത്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ്, അത് കുപ്പിയും ജ്യൂസും ചേർന്നതാണ്. അപ്പൊ കുപ്പിയിൽ ജ്യൂസ് ഇല്ലാതെ ജ്യൂസിന്റെ നിലവാരത്തിന് പ്രാധാന്യമില്ല. ഇവർക്ക് എന്താ പറ്റിയെന്നറിയോ? ഇവർക്ക് ഒരു ഞാൻ അതാ പറഞ്ഞ ഇവർക്ക് ആക്രാന്തത്തിൽ കുറെ എണ്ണം ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു. മാന്യമായിട്ട് നല്ല ക്ലീൻ ആയിട്ട് തുടച്ച് വൃത്തിയാക്കി ഒരു 5 കുപ്പി വെച്ചായിരുന്നെങ്കിൽ അവിടെ കിട്ടലിനായിട്ട് അവർക്ക് വർത്താനം പറയാനുള്ള സമയം ഉണ്ടായി. ഈ ഗെയിമിന്റെ ചലഞ്ചിങ് എവിടെയാണ്? 2 സ്ഥലങ്ങളിലാണ്. അതായത് ഏജന്റുകൾ ഇത് കഷ്ടപ്പെട്ട് എടുക്കുന്നു, എന്നിട്ട് വൃത്തിയാക്കുന്നു, ശേഷം ആരുടെ കയ്യിലെത്തിക്കുന്നു? ഈ 2 ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു, കമ്പനിയിലേക്ക് എത്തിക്കുന്നു. ജ്യൂസ് കമ്പനി 2 എണ്ണം. അപ്പോൾ ഇവരിത് തിരഞ്ഞെടുക്കുന്നത് ഇവർക്ക് വേണ്ടത് മാത്രമായിരിക്കും. തീർച്ചയായിട്ടും. അല്ലാതെ അവിടെ ഒരുപാട് ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടതല്ലേ, അനീഷ് പറഞ്ഞ പോലെ ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടതല്ലേ, ഞങ്ങളുടെ കമ്പനിയെ മുടിപ്പിക്കരുത്, പിന്നെ ഞങ്ങളാണ് ഏറ്റവും നന്നായി, അതായത് അനീഷാണ് ഏറ്റവും നന്നായി റെസ്പെക്ട് ചെയ്തതെന്ന്. അതിലൊന്നും റെസ്പെക്ടിന്റെ കാര്യമൊന്നുമില്ല. എന്ത് ക്വാളിറ്റി ചെക്കറടുത്ത് എന്ത് റെസ്പെക്ട് നിങ്ങൾ റെസ്പെക്ട് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവരവരുടെ ജോലി ചെയ്യും. അത് കൃത്യമാണോ? അത്രേ ഉള്ളൂ. നിങ്ങൾ കൊടുക്കുന്ന സാധനം പെർഫെക്റ്റ് ആണോ എങ്കിൽ അവർ അതിനനുസരിച്ചുള്ള അപ്രൂവൽ വരും. അത്രേ ഉള്ളൂ. അപ്പോ ഈ ആദ്യത്തെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിത് കഷ്ടപ്പെട്ട് കൊടുക്കുന്നു, കൊണ്ടുവരുന്നു, വൃത്തിയാക്കുന്നു, ചളുക്കല് മാറ്റാൻ ശ്രമിക്കുന്നു, മാക്സിമം അവർ ട്രൈ ചെയ്യുന്നു. അതിന് ഇവിടെ ആദ്യം ചലഞ്ച് ചെയ്യേണ്ടത് അനീഷും നെവിനുമാണ്. അതെ, അത് ആദ്യം ഇവർ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ, ഭയങ്കരമായിട്ടുള്ള കർശനമായ ഇതിലേക്ക് കടന്നിട്ടില്ല. പക്ഷെ ഇത് വക്കിച്ച് പൊട്ടിയതാണ്, ഇത് നനവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ എറിഞ്ഞു ഒഴിവാക്കുന്നുണ്ടല്ലോ. അതേപോലെ അവരും ചെയ്യും. എന്നിട്ട് ഇത് അതിനുശേഷം ഇവർ ജ്യൂസ് കലക്കുന്നു, എന്നിട്ട് ഇത് കൊണ്ടുപോയി ആരുടെ കയ്യിൽ കൊടുക്കുന്നു? അനുമോളുടെയും ജിഷിന്റെയും കയ്യിൽ കൊടുക്കുന്നു. ജിഷിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ജിഷിൻ സംഭവം ശരിയാ, ക്യാരക്ടറൊക്കെ പിടിച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ചെറിയ രീതിയിൽ വിട്ടുവീഴ്ചയോടെ ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയായിരുന്നു. കുറച്ചൊക്കെ ഒരു എന്താ പറയുക, മറ്റുള്ള ഏജൻസികളൊക്കെ പെരുമാറുന്നതിനനുസരിച്ച് ഇവർ കൊടുത്തേക്കാം, ഒരു നാളിനെങ്കിലും അപ്രൂവ് ചെയ്തേക്കാം എന്നുള്ള മൈൻഡാണ്. അങ്ങനെയല്ല ഒരു ക്വാളിറ്റി ചെക്കർ ചെയ്യേണ്ടത്. ഇതിനകത്ത് ഏറ്റവും വലിയ മറ്റൊരു കാര്യം പറഞ്ഞു, ഇവർക്ക് ഏജൻസിനെ കുപ്പി കൊണ്ടുപോയി ഓണേഴ്സിനെ ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടുന്ന് നിറച്ചിട്ട് ഓണർമാരാണ് ക്യൂസിന്റെ അടുത്ത് പോയിട്ട് അവരുടെ ചെക്കിങ് നോക്കേണ്ടത്. അവിടെ ഏജൻസിന് ഒരു വർത്തമാനം പറയാനുള്ള അവകാശമില്ല. അതിനകത്ത് അത് കറക്റ്റ് ബിഗ് ബോസിന്റെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഇവരെല്ലാം കൂടി ഇടിച്ചു കയറി ക്യൂസി അവരുടെ അടുത്ത് പോയിട്ട് അവരോട് വാദിക്കുക. അവിടെ തന്നെ പൊളിഞ്ഞ് ഗെയിം അവിടെ തന്നെ പൊളിഞ്ഞു. അതായത് ഇവർ രണ്ടുപേരുമാണ് തീരുമാനം എടുക്കുന്നത്. അവര് തീരുമാനം എടുക്കുന്നത് ഓണേഴ്സിനോട് മാത്രമാണ്, അവരുടെ മുന്നിൽ നിന്നിട്ടാണ്. ഏജൻസിന് ഒരു വർത്താനമില്ല അതിനകത്ത്. എന്നിട്ട് അക്ബറിനെ പോലുള്ള ആൾക്കാർ പറയണം ഞങ്ങൾക്ക് കൂലി കിട്ടണ്ടേ, നിങ്ങൾക്ക് കൂലി കിട്ടണത് നിങ്ങൾ ഓണേഴ്സിനോട് മേടിക്കണം, കമ്പനിയിൽ നിന്ന് ചോദിക്കണം. അല്ലാതെ നിങ്ങൾ ക്വാളിറ്റി ചെക്കറിന്റെ അടുത്ത് പോയിട്ടാണോ ഞങ്ങൾക്ക് കൂലി കിട്ടണ്ട, നിങ്ങൾ അപ്രൂവൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? ഒരു വലിയ കമ്പനി കുറേ സാധനങ്ങൾ ഇറക്കി പണിക്കാരെയൊക്കെ വെച്ചിട്ട് അവർക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ടാവാം, എന്തും ചെയ്തിട്ടുണ്ടാവാം. ഇവരുടെ ഒരുപാട് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ
മെറ്റീരിയൽസ് ഇവർ ഇറക്കി എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. മെഷീന്, അതിനുള്ള ക്യാഷ്, ഇവർ ഇതിനു വേണ്ടി കളഞ്ഞ സമയം, ഇതൊന്നും വിഷയമല്ല. ക്വാളിറ്റി ചെക്കേഴ്സിന്റെ അടുത്തെത്തുന്നു, അവർ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നിടത്ത് അത് കഴിഞ്ഞു, അത് തീർന്നു. അവിടെ ഞങ്ങൾക്ക് ശമ്പളം കിട്ടൂലെന്നൊന്നും പറഞ്ഞ ഒരു വർത്താനല്ല. ആ പണിക്കാർ നേരെ ചെന്ന് ക്വാളിറ്റി ചെക്കേഴ്സിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞങ്ങളുടെ കുപ്പി ഞങ്ങൾ ഉണ്ടാക്കിയത് എവിടെ, നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ അവകാശമുള്ളത്. അതെ, അവിടെ നിങ്ങൾക്ക് ചോദിക്കാം ഓണേഴ്സിന്റെ അടുത്ത്, നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ലേ, നിങ്ങൾക്ക് പൈസ കിട്ടണോ, കോയിൻ കിട്ടണോ, അത് ഓണറുമായിട്ടുള്ള ഡീലിംഗ് ആണ്. നിങ്ങൾ പണിയെടുത്തത് അതെ അവരോട് ചോദിക്കുക. പിന്നെ മാത്രല്ല, ഇവിടുന്ന് പല സാധനങ്ങളും മിസ്സായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ക്വാളിറ്റി ചെക്കേഴ്സ് 2 പേരാ, അവർക്ക് പോലീസോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഒന്നും കൊടുത്തിട്ടില്ല. അതായത് ഇവിടെ സാധനങ്ങൾ മിസ്സാവാതിരിക്കാനോ കാര്യങ്ങളോ ഒന്നും. അവിടുന്ന് മിസ്സായി കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഉത്തരവാദിത്തമേ ഇല്ല. കാരണം അവർ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അനീഷ് ഒന്ന് ചോദിക്കുകയാണ്, ഇത് അവരോട് ഞാൻ എന്ത് മറുപടി കൊടുക്കണം, എന്റെ പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടതെന്ന്. അത് നഷ്ടപ്പെടുത്തിയത് അവര് തന്നെയാണ്. അതെ, അതെങ്ങനെ മറ്റുള്ള, അതുകൊണ്ടാണല്ലോ പറയുന്നത് ബാക്കിയുള്ള ഏജൻസിന് ഇവിടെ പ്രവേശനം ഇല്ല, അവരുടെ അടുത്തോട്ട് വരാൻ പാടില്ല, അവരെ കയറ്റി വിടുന്നത് ഓണേഴ്സ് അല്ലേ. അതെ, ഓര് തന്നെ കൊണ്ടുവന്ന് നിങ്ങളുടെ തൊഴിലാളികളെ നിങ്ങളാണ് അടക്കി നിർത്തുന്നത്, അല്ലാതെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരല്ല. അപ്പോഴും അത് റദ്ദാക്കപ്പെട്ടു. പിന്നെ അതായത് പ്രൊഡക്റ്റ് ഇല്ലാതെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി നോക്കേണ്ട കാര്യമില്ലല്ലോ. ജീഷിന് അങ്ങോട്ട് ഇവരുടെ ഇതിനകത്തൊക്കെ മാനിപ്പുലേറ്റ് ആയിട്ട് ലാസ്റ്റ് 4 എണ്ണം ഞാൻ അപ്രൂവൽ കൊടുക്കാറ്. 4 എണ്ണം ബിഗ് ബോസ് നിങ്ങൾ അപ്രൂവൽ കൊടുത്ത 4 എണ്ണം എവിടെയാണ്, അതൊക്കെ പോയി ബിഗ് ബോസ്, അതൊക്കെ ആൾറെഡി നശിപ്പിച്ചു. ഇല്ലാത്ത സാധനത്തിന് അപ്രൂവൽ കൊടുത്ത ഒരാള്, അത് അതിലും വലിയൊരു ക്വാളിറ്റി ചെക്കർ ചിരിച്ച് വണ്ടാറടങ്ങി പോയി. അതായത് ഇവരുടെ ക്വാളിറ്റിനെ കുറിച്ച് ഇവര് പറയണമെന്നുണ്ടെങ്കിൽ ഇവര് കളക്ട് ചെയ്ത, അതായത് ഇവര് കുറച്ച് ഏജൻസിനെ വെച്ച് അവരിൽ നിന്ന് കളക്ട് ചെയ്ത കുപ്പി, അതിൽ നിറച്ച ജ്യൂസ്, എന്നിട്ട് ക്വാളിറ്റി ചെക്കേഴ്സിന്റെ മുമ്പിൽ കൊണ്ടേ എത്തിച്ചു. ഇത് അവര് തന്നെ ചെന്നിട്ട് അവിടുന്ന് വലിച്ചെറിയുന്നു, എടുത്ത് ഒഴിവാക്കുന്നു ഒക്കെ ചെയ്യുന്നു. എന്നിട്ട് അവരോട് പറയാണ്, ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇവിടുന്ന് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഏത് ലോജിക്ക് വെച്ചിട്ടാണെന്നാണ് അതൊന്നും മനസ്സിലാവാത്തത്. അവിടെയൊക്കെ അനുമോള് തീയായിരുന്നു കേട്ടോ, പൊളിയായിരുന്നു. അത് വീട്ടിലായിട്ട് അനുമോൾ തന്നെയാണ് കൃത്യമായിട്ട് ചെയ്തത്. 4 എണ്ണം ജിഷിനെ അപ്രൂവൽ ചെയ്യുമ്പോഴും അനുമോള് കണ്ടു, ഞാൻ ഒന്നും അപ്രൂവൽ ചെയ്യില്ല. 2 ടീമിന്റെ ഞാൻ ഇതാക്കിയിരിക്കുകയാണ്, ഞാൻ 2 പേരെ അപ്രൂവൽ ചെയ്യില്ല ബിഗ് ബോസ് പറഞ്ഞത്. നമുക്ക് കാണാലോ ഇത് ലീക്ക് ആകുന്നതും, അത് ഒലിച്ച് വട്ടത്തിൽ നീളത്തിലുള്ള കുപ്പി വട്ടത്തിലിരിക്കുന്നതും. മറ്റത് കണ്ടില്ലായിരുന്നു, കുപ്പി ജ്യൂസ് നിറച്ചിട്ട് സന്ധ്യയില് തുടച്ചിട്ട് അനീഷുണ്ട് പാന്റിൽ തുടച്ചിട്ട് കൊണ്ടേ കൊടുക്കുന്നു. ഇതൊക്കെ വിറ്റാണ്. ഞാൻ ട്രിഗറായിട്ടേ, അതായത് മറ്റുള്ളവരെല്ലാരും അടുത്ത് എറിയുന്നു, ആ സമയത്ത് ട്രിഗറായിട്ട് ആള് വലിച്ചെറിഞ്ഞു. ശരിക്കും ആളുടെ കയ്യിൽ നിന്ന് പോയി, എക്സ്പോസ് ആയി എന്ന് പറയാം. ശരിക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മനോഹരമായിട്ട് കളിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന, ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കളിക്കേണ്ട രീതിക്കനുസരിച്ചാണ്. മറ്റേത് നമ്മൾ അലമ്പാക്കുന്ന രീതിയിലാണെങ്കിൽ ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയാം. അതിന് ഒരുപാട് സമയമൊന്നും വേണ്ട, നമുക്ക് 1 മിനിറ്റിന്റെ ഉള്ളിൽ അത് പറഞ്ഞു തീർക്കാൻ പറ്റും. അത് നമ്മൾ പറയാം. അപ്പോ ഈ സാധനം പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലേ പ്രൊഡക്ഷന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ പ്രൊഡക്റ്റ് ഇവർ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, എടുത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയും അതിന് വേറൊരു ഓപ്ഷൻ എടുക്കണമെങ്കിൽ, അതായത് ഇതിപ്പോ അടപ്പ് ശരിയായ രീതിയിൽ ടൈറ്റ് ചെയ്തില്ല, ടൈറ്റ് ചെയ്തത് ജിഷിനാണ് ഒരു തവണ, എന്നിട്ട് നോക്കുമ്പോൾ അത് പോകുന്നില്ല. അപ്പൊ നമുക്കറിയാം, അതായത് എല്ലാ കുപ്പിയും ലീക്ക് ആകുന്നതല്ല. അപ്പോൾ നല്ല രീതിയിൽ വന്ന സാധനം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് ആവുന്നില്ല. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യാത്തത് ആരുടെ തെറ്റാണ്? അതാണ് അത് ഈ മുതലാളിമാരുടെ കൊടുക്കേണ്ട സമയത്ത് എല്ലാം ക്ലിയർ ആക്കി കൊണ്ടു കൊടുക്കുക എന്നുള്ളത് മുതലാളിമാരുടെ ഉത്തരവാദിത്വമാണ്. അതെ, അപ്പൊ ഈ മുതലാളിമാര് അവരിൽ നിന്ന്, ഏജൻസികളിൽ നിന്ന് സ്വീകരിച്ച രീതി തന്നെയാണ് ഇവരും ഫോളോ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും. എന്നിട്ട് ഇവര് തെറ്റുകാരും ഇവര് നന്നായി കളിച്ചവരും. അതെങ്ങനെയാണ്? അതുമല്ല, ചിലതിന്റെ ഒക്കെ മറ്റേ അടപ്പിന്റെ അവിടെ നിന്ന് നിറഞ്ഞിട്ട് പിന്നെ തുളുമ്പോ അത്രയാണ് നിറച്ചു വെച്ചിരിക്കുന്നത്. എവിടെയെങ്കിലും നിങ്ങൾ ജ്യൂസ് കണ്ടിട്ടുണ്ടോ ഇത് ഫുൾ ഫില്ല് ചെയ്തിട്ട് വരുന്നത്? എപ്പോഴും ആ ഒരു അടപ്പിടുന്ന ഒരു ഇതുണ്ടല്ലോ, അതിന്റെ താഴെയായിരിക്കും ജ്യൂസിന്റെ അളവ് നിൽക്കുക. അതാണ് കറക്റ്റ് അളവിൽ കൊടുക്കുന്നത്. അതിന് കുറച്ചെങ്കിലും ശരിയായ രീതിയിൽ നെവിനാണ് കളിച്ചത്. അതെ, സത്യം. അതായത് കൃത്യമായി സാമ്പിൾ ബോട്ടിൽ ഉണ്ടായിരുന്നു, അതിനുശേഷം കുറച്ചെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള രീതി ഉണ്ടായിരുന്നു. പിന്നെ വൃത്തിയിലും, അതായത് കുറച്ചെങ്കിലും ടൈറ്റ് ചെയ്ത സാധനങ്ങളും ഒക്കെ ഉള്ളത് പക്ഷെ എന്നാലും ലീക്ക് വരുന്ന ലെവലിൽ ഉണ്ടായിരുന്നു. മനസ്സിലാവും, അത് ചില ബോട്ടിൽസിന്റെ പ്രശ്നങ്ങൾ വരും. അതെ അതെ. അപ്പൊ അത് അവർ ചെക്ക് എടുക്കാൻ പാടില്ല. ഇല്ല, അത് അവര് നോക്കി എടുക്കണമായിരുന്നു. അതെ, അവിടെ വന്നിട്ട് ക്വാളിറ്റി ചെക്കേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുശേഷം പിന്നെ
ഇതിനി ഗെയിം കുളമാക്കിയ രീതിയിൽ അത് അങ്ങനെ തന്നെ കളിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ ആ ലെവലിൽ പറയാം. അതിൽ ഓണിയില് അഭിലാഷ്, പിന്നെ ആദില, നൂറ, പിന്നെ അനീഷ്, ഇവരൊക്കെ വലിച്ചെറിഞ്ഞവരും, അക്ബർ, ഗുണ്ടായുസം കാണിച്ചവരാണ് ഇവരൊക്കെ അതിന്റേതായ രീതിയിൽ അത് അലമ്പാവട്ടെ എന്നുള്ളൊരു ആ ഒരു രീതിയിൽ തന്നെ കളിച്ചു ആൾക്കാരാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് അവർ സൂപ്പറായി കളിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ല, ആ രീതി കുളമാക്കി കളിച്ചു. ഇപ്പൊ രണ്ട് രീതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് മനോഹരമായിട്ട് കൊണ്ടുപോകാനായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഇവര് കാണിക്കുന്ന പോലെ 10,000 കുപ്പിയൊന്നും എടുക്കണ്ട, 2 or 3 ബോട്ടിൽ എടുക്കുക, നല്ല പക്ക ക്ലീൻ ആക്കി കൊണ്ടുവച്ചു കൊടുക്കുക. അതവിടെ പോയിന്റ് തന്നെ ആയിരിക്കും. അത് അല്ലാതെ ഇത് ഒരാൾക്ക് ഒരെണ്ണെങ്കിലും ശരിയാകുമ്പം അത് വേണ്ട, നമുക്ക് 2 പേർക്കും വേണ്ട എന്ന് കരുതിയിട്ട് ഇത് അലമ്പാക്കണം, പൊളിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഓക്കെ, അവര് കളിച്ച ഗെയിം ഗംഭീര, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതെ. അപ്പോ ഈ ചളിങ്ങിയ രീതിയിലുള്ള സാമ്പിള് ആദ്യം കൊണ്ടുപോയി വെച്ചാല് അത് അപ്രൂവ് ചെയ്തു തരുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഇങ്ങനെ ഇരുന്ന കുപ്പി പോയി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുപ്പി തന്നെ വേണമെന്ന് പറഞ്ഞില്ലേ, ആ രീതിയിൽ ആദ്യം ഇവര് കൊണ്ടുപോയി കൊടുക്കേണ്ടിരുന്നത് ആദ്യം സാമ്പിളാണ്. നല്ലൊരു ബോട്ടിൽ നിറച്ചിട്ട് സാമ്പിൾ കൊടുക്കണമായിരുന്നു. എന്നിട്ട് അതിനുശേഷം അപ്രൂവൽ കിട്ടിയാൽ പിന്നെ അതിലെ സ്ക്രാച്ചും മറ്റേതൊന്നും ഒരു വിഷയം ഉണ്ടാവില്ല. കാരണം അത് നിങ്ങൾ അപ്രൂവ് ചെയ്ത സാധനമാണ്. അത് ചെയ്തെങ്കിൽ ഇനി ബാക്കിയുള്ളത് ഇത് അക്സെപ്റ്റ് ചെയ്യേണ്ട സാഹചര്യം. അങ്ങനെയൊക്കെ കുറെ ഐഡിയപൂർവ്വം ചിന്തിച്ചിട്ട് വേണം ഈ സാധനം ചെയ്യാൻ. അല്ലാണ്ട് കുറെ ഒച്ചയും ബഹളം ഉണ്ടാക്കിയിട്ട് വഴക്കുണ്ടാക്കിയിട്ടോ കച്ചറ ഉണ്ടാക്കിയിട്ടോ ആക്രാന്തം കാണിച്ചിട്ടോ കാര്യമില്ല, ഗുണ്ടായുസം കാണിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ അതാണ് ഇവരുടെ ഈ എനിക്ക് തോന്നുന്നു ഈ സീസൺ 7 എല്ലാ ഗെയിമുകളിലെയും പ്രത്യേക ഗെയിം കളിക്കുന്ന ആൾക്കാരെയും പ്രത്യേകം ഇവര് എന്താണ് ഗെയിം കൊടുക്കുന്നത് ആ ഗെയിമിനെ കുറിച്ച് ഫുള്ള് ഇവർക്ക്, അതായത് ഫുള്ള് അവര് അക്സെപ്റ്റ് അത് മനസ്സിലാക്കില്ല. മനസ്സിലാക്കാതെ ഇവര് ഇത് ബിഗ് ബോസ് ഇത് വായിച്ചു കഴിഞ്ഞു, ഇത് ഇങ്ങനെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ബിഗ് ബോസ് എല്ലാം ഓക്കെയാ. പക്ഷെ എല്ലാം അറിഞ്ഞ ആരിനൊക്കെ എല്ലാം അറിയുന്ന പോലെയാ. പിന്നെ ആരിന്റെ അടുത്താണ് അനീഷ് വരെ സംശയം ചോദിക്കും, ആരിന് ഇത് ഇങ്ങനെ നല്ല ആളോടാ ചോദിക്കും. അതാണ് എനിക്ക് അതിലും വലിയ കോമഡി. അതല്ലേ മറ്റേ കുപ്പി വരുമ്പോ വൻ പ്ലാനിങ്, കുപ്പി വരുമ്പോ നമുക്ക് ആ കുപ്പി ചാക്കോട് എടുത്തിട്ട് ബാത്റൂമിൽ കൊണ്ടുവെക്കാം, എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് പോയി എടുക്കാം. ബിഗ് ബോസ് അവിടെ തന്നെ കൊടുത്തു ഒരു പണി. ഞാൻ ശരിയാക്കി കളിക്കാൻ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു ഇത് ഗെയിമിലില്ല. അല്ലേ, ഈ ജിസയില് ഒരു തവണ ഇത് മറ്റുള്ളവരുടെ എടുത്തിട്ട് ഇത് നോക്കുന്നുണ്ട്. അപ്പോൾ ഉണിയിൽ അത് ചെയ്തു, അപ്പോൾ ഞാനത് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഉണിയിൽ ഇതെല്ലാം പോയിട്ട് ഇത് ചളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നെവിൻ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പിന്നെ നെവിന്റെ മറ്റേ പറഞ്ഞില്ല, അതായത് എല്ലാം റിജക്ട് എന്ന് പറഞ്ഞപ്പോഴേ നിലത്ത് കടന്ന് കരയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. എന്റെ കമ്പനിയെ നെവിനൊക്കെ അത് നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതെ, മറ്റുള്ളവർക്ക് എറിയുന്നത് കാണുമ്പോ ചിരിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഇത് എന്താ പറയാ, ഭയങ്കരമായിട്ട് കയ്യിൽ നിന്ന് വിട്ടുപോയത് അനീഷ് തന്നെയാണ്. അനീഷ് വളരെ മോശം ഗെയിം, മൊത്തം കാര്യം കയ്യിൽ നിന്ന് പോയ ലെവലാണ് അനീഷ് കളിച്ചിട്ടുള്ളത്. ഒന്ന് വൃത്തിയില്ലായ്മ ഉണ്ടായിരുന്നു, പാന്റിൽ വരെ തുടച്ചു കൊണ്ടുപോയി കൊടുത്തതിന്റെ ഒരു രീതിയിലും ഒരു മാനദണ്ഡങ്ങളും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാതെയാണ് ആളവിടെ നിന്നിട്ടുള്ളത്. ഇത് റിജക്ട് ചെയ്തു. അതിന്റെ പേരിൽ എന്നിട്ട് എല്ലാം ലാസ്റ്റ് വരെ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നിട്ട് അതിന് ദേഷ്യം വന്നു. അപ്പൊ അത് അങ്ങനെ തന്നെ കളിക്കണ്ടെന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഞങ്ങൾക്ക് അങ്ങനെയല്ല തോന്നിയത്. അത് ഒരിക്കലും അത് ചെയ്തത് ഫെയർ അല്ല. ഒരു രീതിയിലും പോയിന്റ്സുകൾ ഇല്ല ആളുടെ ഭാഗത്ത്. ഒരു രീതിയിലും മൂപ്പരെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇന്നലത്തെ ഗെയിം ലോക പരാജയം. തുടക്കം മുതൽ ലോക പൊട്ടത്തരം. അതായത് കുപ്പി തെരഞ്ഞെടുത്ത് കൊടുത്ത് അതിനുശേഷം അതില് ജ്യൂസ് നിറച്ചതിന്റെ ക്വാളിറ്റി ഒക്കെ അതിലുള്ള രീതി, എന്നിട്ട് ക്വാളിറ്റിക്കാണ് പ്രാധാന്യം എന്നുള്ള രീതിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അനുമോള് ആദ്യം പറയുന്നുണ്ട്, ഞാൻ അത് പറയാൻ വേണ്ടി വരുന്നു. അതായത് ഈ ഒരു ഇങ്ങനത്തെ ഇതിന്റെ ഒരു സംഭവം വന്ന് ഇവരാണ് ക്വാളിറ്റി ചെക്കേഴ്സ് ഇവരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ മറ്റൊരു മുതലാളിമാര് വന്നിട്ട് അവരുടെ പ്രൊഡക്ട്സിനെ പറ്റി ഭയങ്കരമായിട്ട് വർണ്ണിച്ചു, ഓറഞ്ച് നാരങ്ങനെ കുറിച്ചൊക്കെ. അത് കഴിഞ്ഞിട്ട് അനിമോള് ക്വാളിറ്റിയാണ് പേര് പറയണം അങ്ങനെ പറയുന്ന സമയത്ത് അനിമോള് പറയുന്നുണ്ട് ഓറഞ്ചിന്റെ ക്വാളിറ്റിയും ജ്യൂസിന്റെ ക്വാളിറ്റിയൊക്കെ ഞാൻ നോക്കൂട്ടോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഈ ജിഷിനും ബാക്കി ടീമുകളും അനിമോളെ കളിയാക്കുമായിരുന്നു. അതിന് ക്വാളിറ്റി ജ്യൂസിന്റെ ഒന്നും ക്വാളിറ്റി നോക്കണ്ട, ബോട്ടിലിന്റെ ആണ് ക്വാളിറ്റി നോക്കണ്ടെന്ന് പറഞ്ഞ് കളിയാക്കി. ഗെയിം തുടങ്ങി ലാസ്റ്റ് ആയപ്പോ ഇതൊക്കെ തിരിഞ്ഞ് ജിഷിൻ പറയാം ജ്യൂസ് നല്ല ക്വാളിറ്റി ഉണ്ട്, ജ്യൂസിന്റെ നോക്കണ്ടെന്ന് പറഞ്ഞ ആള് ജ്യൂസ് അല്ലല്ലോ അവിടെ പ്രാധാന്യം. ജ്യൂസ്
നല്ലതാണെങ്കിൽ പോലും ഈ കുപ്പിയിൽ നിക്കണ്ടേ. അത് സെക്കൻഡറി ആണ്, ഫസ്റ്റ് ബോട്ടിലാണ്. ബോട്ടിൽ എങ്ങനെ എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും. അതുകൊണ്ടാണല്ലോ ബോട്ടിൽ ഫാക്ടറി എന്നുള്ള പേര് തന്നെ ഇട്ടിരിക്കുന്നത്. മാത്രല്ല പാക്കിങ് അത്രയും ഗംഭീരായാലേ ഇപ്പൊ ലൈസിന്റെ ഒരു പാക്കറ്റ്, അതെ, അത് നല്ല രീതിയിൽ പാക്ക് ചെയ്തില്ലെങ്കിൽ ലൈസ് അതിലില്ല, അല്ലെങ്കിൽ അതിൽ കാറ്റാ. അപ്പൊ കുറച്ചും കൂടി ലൈസ് പോയാൽ ഫുള്ള് കാറ്റോ. അതിന് ചെറിയൊരു ഹോളിന്റെ ഉള്ള അവസ്ഥ. അതെ അതെ, അത് എന്തായാലും തിന്നാൻ പറ്റും, ചളുങ്ങി പോവില്ലേ. ചളുങ്ങി പോകുന്ന മാത്രല്ല, അത് വെറും തണുത്ത് അതെ അതെ അതിന്റെ ക്രിസ്പിനെസ് ഒക്കെ പോയിട്ട് വെറും തണുത്ത ഒരു എന്തോ ഒരു സാധനം തിന്നുന്നത് അത്രേ ഉള്ളൂ. അതേപോലൊക്കെ തന്നെയാണ് എല്ലാ പ്രൊഡക്റ്റുകളും. അതായത് വീർപ്പിച്ച രീതിയിലാണ് ഈ ലൈസിന്റെ ഒക്കെ പാക്കറ്റ് ഉണ്ടാവുക. അതിൽ ചെറിയൊരു എയർ ഉള്ളതോടെ, അതെ, ആ എയർ ഇല്ലെങ്കിൽ അതിന്റെ ലെവൽ എന്താ. അപ്പൊ അതൊക്കെ ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനത്തിന് പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനുള്ളിലുള്ള ലൈസിൻ്റെത് മാത്രമല്ല, ലൈസ് നമ്മളിലേക്ക് എത്തിക്കുന്ന പാത്രത്തിന് ഭയങ്കരമായ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ ഫാക്ടറിയിൽ, ബോട്ടിലിന് നല്ല പ്രാധാന്യം. അതെ, അത് തന്നെയാണ് അതിന്റെ ഗെയിമും. അതെ, അതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗെയിം. അല്ലാതെ ജ്യൂസ് കുടിച്ച് നോക്കിയിട്ട് മധുരമുണ്ടോ, ഉപ്പുണ്ടോ, പുളിയുണ്ടോ നോക്കാനല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര പേരുണ്ട് ഇപ്പൊ അവിടെ? 16 പേര്. 16 പേരില് ഇത് കലക്കാനായിട്ട് ആകെ നിയോഗിച്ചിരിക്കുന്നത് 2 പേരാണ്. ഏത് ജ്യൂസ് ഉണ്ടാക്കാൻ, ജ്യൂസിന്റെ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കാൻ 2 പേര്. ആര്? അനീഷും നെവിനും. ബാക്കിയുള്ള ആരും ജ്യൂസ് ഉണ്ടാക്കിയിട്ടില്ല, മേക്ക് ചെയ്തില്ലല്ലോ. കുപ്പിക്കാണ് ഏറ്റവും, അതായത് എല്ലാവരുടെയും 16 പേരുടെയും കോൺട്രിബ്യൂഷൻ വരുന്നത്, അഭിപ്രായങ്ങൾ വരുന്നത്, കളി വരുന്നത് കുപ്പിക്ക, ബോട്ടിലാണ്. ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നതും കുപ്പിയാണ്. ബാക്കിയുള്ളതൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ. അവരിപ്പം മധുരം ഇടാതെ ജ്യൂസ് ഉണ്ടാക്കിയപ്പോൾ അത് വിഷയമുള്ള കാര്യമല്ല. അത് അവരുടെ ജ്യൂസ് അവര് ചെയ്യുന്നത് ആ രീതിയിലാണ്. ഇത് ക്വാളിറ്റി ചെക്കേഴ്സിനോട് പോലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ബോട്ടിൽ വരുമ്പോ നിങ്ങൾ അതിനകത്തുനിന്ന് ഒരു സ്പൂൺ എടുത്ത് അതിന്റെ ടേസ്റ്റ് ഉണ്ടോ നോക്കണം എന്നല്ല അവരോട് പറഞ്ഞത്. അതായത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിലും ജ്യൂസും എല്ലാം കൂടി ചേരുന്നതാണ്. അതെ, അപ്പൊ പ്രൊഡക്റ്റിന്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജ്യൂസ് എന്നാ ഒരു പാത്രത്തിലാക്കി കൊണ്ടേ കൊടുത്താൽ പോലെ ആദ്യം കോരിയിട്ട് നിങ്ങള് കുപ്പിയിലാക്കുന്നതിന് മുന്നേ ആദ്യം ഒരു സ്പൂണിൽ കൊണ്ടിട്ട് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ഇത് ടേസ്റ്റ് കറക്റ്റ് ആണോ, നമ്മളൊക്കെ ഈ മധുരം ഉണ്ടോ നോക്കാനൊക്കെ നോക്കൂലേ. അതേപോലെ അതെന്ത് ചെക്ക് ചെയ്യാത്ത, അതിന്റെ മാത്രം നോക്കുന്നെങ്കിൽ നമ്മുടെ ബോട്ടിലിൽ നിറച്ച് അത് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അതൊരു പ്രൊഡക്റ്റ് മാറുന്നത്. പിന്നീട് നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തം. അത് മോശമാണെങ്കിൽ ഒരു മോശമാണെന്ന് പറയും. അവിടെ കിടന്നിട്ട് തുണി കുറച്ചാടിയിട്ടൊന്നും ഒരു കാര്യമില്ല, എറിയും. അത് മോശം തന്നെയായിരുന്നു, നമുക്ക് വീഡിയോയിൽ കാണാറുന്നത്. അതിന്റെ ക്വാളിറ്റി നമുക്കറിയായിരുന്നു. അവിടെ ഒരാള് കുറച്ചെങ്കിലും നന്നായി എന്ന് പറഞ്ഞ നെവിൻ വെച്ചു കൊടുത്ത സംഭവങ്ങൾ, കുറച്ചെങ്കിലും കാര്യങ്ങള് തുടർന്ന് ആള് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയും ക്വാളിറ്റി വളരെ മോശമായിരുന്നു പ്രൊഡക്റ്റിന്റെ. അതായത് ബോട്ടിലെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഭയങ്കര മോശമാണ്. എല്ലാം റിജക്റ്റഡ് 0 അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ കിടന്നിട്ട് ഒരു പരിപാടിയും കാണിച്ചിട്ട് കാര്യമില്ല. അതായത് ഏജൻസികള്, അതായത് ക്രിഞ്ചൻ, ജിസേല്, വിന്നി, അക്ബർ, ഷാനവാസ്, കുറേ എണ്ണുണ്ട്, വാ തുറക്കാത്ത കുറേ എണ്ണുണ്ട്. അപ്പൊ ഒനീല്, അഭിലാഷ്, ഇവരൊക്കെ അപ്രൂവ് ചെയ്തേന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി വാദിക്കണം. അപ്രൂവ് ചെയ്യാൻ ആദ്യം ജിഷിന്റെ അടുത്ത് സംസാരിച്ചാലേ നടക്കുള്ളൂ എന്നുള്ള അറിയാം. ജിഷിന്റെ മുമ്പിൽ കയ്യും കാലും പിടിച്ച് ആളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇതിന് ശ്രമിക്കുക. പ്രൊഡക്റ്റ് ഇല്ലാത്ത സാധനം, ഇവരെ തന്നെ നശിപ്പിച്ച സാധനത്തിന് വേണ്ടിയിട്ട്. അല്ലെ, ഈ ഇത് അലമ്പാക്കി കളിക്കുക എന്നുള്ളതാണ് ശരിയെങ്കിൽ, അതായത് ആർക്കും ഒരു പോയിന്റ്സും കിട്ടണ്ട എന്നുള്ള രീതിയിൽ കളിക്കുന്നതാണെങ്കിൽ അവിടെ ആദില ചെയ്തതും തെറ്റല്ല, നൂറ ചെയ്തതും തെറ്റല്ല, അനീഷ് ചെയ്തതും തെറ്റല്ല. അതായത് ആദില, നൂറ അഹങ്കാരി എന്നുള്ള ലെവലില് ശരിയാണ്. ചില സാധനങ്ങൾ നമ്മൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാ കാര്യത്തിനും അങ്ങ് കണ്ണടച്ച് നമുക്ക് ഇഷ്ടമുള്ളവർ സൂപ്പർന്നും ഇഷ്ടമില്ലാത്തവർ നല്ലതും എന്നും മോശമെന്നും പറയാൻ പാടില്ല. ഗെയിമായിട്ട് കാണണം.